കെ.ആർ. സുഭാഷ് നമ്മളോടൊപ്പം ഉണ്ട്. അദ്ദേഹമാണ് യുവതയോട് അറിയണം പിണറായിയെ എന്ന ഡോക്യുമെന്ററി സംവിധാനം ചെയ്തത്. ഇപ്പോൾ അദ്ദേഹം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന്, അതായത് പിണറായി വിജയനെ കുറിച്ച് അദ്ദേഹം തയ്യാറാക്കിയ ആ ഡോക്യുമെന്ററി അദ്ദേഹം പിൻവലിച്ചിരിക്കുകയാണ്. അതിന് അദ്ദേഹം നേരത്തെ തന്നെ കാരണമായി പറഞ്ഞത് പിണറായിയിലെ കമ്മ്യൂണിസ്റ്റ് ഇല്ലാതായിരിക്കുന്നു, അതുകൊണ്ട് ആ ഡോക്യുമെന്ററി ഇനി സമൂഹ മാധ്യമങ്ങളിൽ ഉണ്ടാകരുത്, അത് നിലനിൽക്കരുത്, കാരണം അത് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കും, അതൊരു തിരുത്തൽ എന്ന നിലയിൽ താൻ ചെയ്യുന്ന കാര്യം എന്നാണ് അദ്ദേഹം നേരത്തെ അറിയിച്ചിട്ടുള്ളത്. ശ്രീ കെ.ആർ. സുഭാഷ്, പിണറായി വിജയൻ എന്ന് പറയുമ്പോൾ മിന്നൽ പിണറായി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം വലിയ രീതിയിൽ പ്രകീർത്തിക്കപ്പെട്ട ഒരു സമയമുണ്ടായിരുന്നു. അദ്ദേഹം CPM സംസ്ഥാന സെക്രട്ടറിയായി പാർട്ടിയുടെ ചുക്കാൻ പിടിച്ച സമയത്ത്, നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് അതേ ശൈലി തന്നെയല്ലേ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും പിണറായി വിജയൻ ഉണ്ടായിരുന്നത്? അപ്പോൾ ഒരു വ്യക്തി ആരാധനയിൽ നിന്നാണോ യുവതയോട് അറിയണം പിണറായിയെ എന്നൊരു ഡോക്യുമെന്ററി ഉണ്ടാക്കാൻ താങ്കൾക്ക് പ്രേരണയായി തീർന്നത്? ആ ഒരു വ്യക്തി ആരാധന താങ്കൾക്ക് ഇപ്പോൾ നഷ്ടപ്പെട്ടു എന്നതുകൊണ്ടാണോ താങ്കളുടെ ഡോക്യുമെന്ററി ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് പിൻവലിച്ചിരിക്കുന്നത്? സഖാവ് പിണറായിയെക്കുറിച്ച് ഞാൻ ഒരു വ്യക്തി ആരാധനയുടെ ആളല്ല. അദ്ദേഹത്തെക്കുറിച്ച് അങ്ങനെ പറയുമ്പോൾ ഞാൻ എൻ്റെ പാർട്ടി സെക്രട്ടറി, എൻ്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ, എൻ്റെ പ്രതിപക്ഷ നേതാവായിരുന്ന ആൾ എന്നീ നിലകളിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തിയിട്ടാണ് ഞാൻ അദ്ദേഹത്തെക്കുറിച്ചൊരു ഡോക്യുമെൻ്ററി തയ്യാറാക്കിയത്. വ്യക്തി ആരാധന വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ സഖാവ് VS ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പക്ഷേ അത് ഒരു കമ്മ്യൂണിസ്റ്റുകാരന് ചേർന്ന രീതിയല്ല. പിണറായിയിലുള്ള കമ്മ്യൂണിസ്റ്റുകാരനെ ആ സമയത്ത് ബ്രാൻഡ് ചെയ്യപ്പെടണം എന്നുള്ളത് ഒരു സംഘം പ്രവർത്തകരുടെ ആവശ്യമായിരുന്നു. കാരണം കൃത്യമായിട്ട് ആ ഡോക്യുമെൻ്ററി യുവതയോട് എന്താണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ പിണറായി എന്ന് പറയേണ്ട ബാധ്യതയുണ്ടായിരുന്നു ആ സമയത്ത്. അത് നിർവഹിക്കുക എന്നതാണ് ഞാൻ ചെയ്തത്. അത് കൃത്യമായിട്ട് നിർവഹിച്ചു. അത് അദ്ദേഹത്തിൻ്റെ സതീർത്ഥ്യരായി അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന 12 സാധാരണ മനുഷ്യർക്ക് പിണറായിയിലെ അവരിലൂടെയാണ് ആ കഥ രൂപപ്പെടുത്തിയത്. അത് അതിൻ്റെ ധർമ്മം നിറവേറ്റി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ അവരെല്ലാം എടുത്ത എഫർട്ട് കോൺഷ്യസ് മൈൻഡിലും അൺകോൺഷ്യസ് ആയിട്ടുള്ള മൈൻഡിലും, കാരണം എല്ലാവരും പ്രായമായവരാണ്, പലരും പറഞ്ഞു വരുമ്പോഴെല്ലാം കോൺഷ്യസ് മൈൻഡിലേക്ക് വരുമ്പോൾ അവർ ഉപയോഗിച്ചിരുന്ന പിണറായി എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റിനെ എടുത്തു കാണിച്ച ആർജവം ഈ അടുത്ത കാലത്തായി ആ ഡോക്യുമെൻ്ററി നമ്മളെ നോക്കി ചിരിക്കുന്ന പോലെ എനിക്ക് തോന്നി. കാരണം ആ മനുഷ്യരെല്ലാം നമ്മുടെ മുഖത്ത് നോക്കി നീയൊക്കെ വിഡ്ഢിയാണടാ, ഇപ്പോൾ കാണിച്ചു കൂട്ടുന്ന കണ്ടില്ലേ, അത് വർത്തമാനകാലത്തെക്കുറിച്ചൊക്കെ അറിയേണ്ട ബാധ്യതയുള്ള ഈ ഡോക്യുമെൻ്ററി സംവിധായക നീ ഇതൊന്നും കാണുന്നില്ലല്ലോ എന്നുള്ള ഒരു ഇളിച്ച് കാണിക്കൽ അതിലുണ്ട്. അത് കുറേ ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഈ ഡോക്യുമെൻ്ററിയും കൊണ്ട് നടക്കുന്നത് ശരിയല്ല. കമ്മ്യൂണിസ്റ്റുകാരൻ മരിച്ചിരിക്കുന്നു, ആ ഡോക്യുമെൻ്ററി നമുക്ക് പ്രതീകാത്മകമായിട്ട് പിൻവലിച്ച് കളയാം. അത്രയും ഞാൻ ചെയ്തിട്ടുള്ളൂ. ഇത് അതിൽ കിട്ടുന്ന പബ്ലിസിറ്റിക്ക് വേണ്ടി തന്നെയാണ്. ആ പബ്ലിസിറ്റി കൊണ്ടെങ്കിലും എവിടെയെങ്കിലും കണ്ണുകൾ തുറക്കുന്നുണ്ടെങ്കിൽ, എവിടെയെങ്കിലും ഒരു പ്രതിഷേധത്തിൻ്റെ ഈ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ അതുണ്ടാവാൻ വേണ്ടിയാണ്. അത് ഉണ്ടാവട്ടെ. അല്ലാതെ എൻ്റെ ഈ ഒറ്റപ്പെട്ട സൗണ്ട് കൊണ്ടൊന്നും മൊത്തമായിട്ടുള്ള ഈ വലിയ പ്രസ്ഥാനം മൊത്തം അങ്ങ് ശുദ്ധീകരിച്ച് കളയാമെന്നുള്ള തോന്നൽ എനിക്കില്ല. അങ്ങനെ തോന്നുന്നത് ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ ചേർന്ന ശൈലിയുമല്ല. പിന്നെ മാഷ് നേരത്തെ പറയേണ്ടായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വന്ന അതിലുള്ള പാർട്ടിക്കുള്ളിലുള്ള ആളുകളും ബഹളം വെച്ചില്ല എന്ന്. ഞങ്ങളങ്ങനെ ബഹളം വയ്ക്കുന്നവരല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് ഞാൻ ഇന്നുവരെ ഒരക്ഷരം ആ പാർട്ടിക്കുള്ള വേദികളിലല്ലാതെ ഞങ്ങൾക്ക് സംസാരിക്കാൻ പാടില്ല. അത് ആ വേദികളിലേ സംസാരിച്ചിട്ടുള്ളൂ. അത് കേൾക്കേണ്ട ആളുകൾ കേട്ടിട്ടുണ്ട്, അല്ലാത്തത് തള്ളേണ്ട അവർ തള്ളിയിട്ടുമുണ്ട്. പക്ഷേ അതിലും ആ കാര്യങ്ങളിലും ഒരു കുറവ് വന്നു കഴിഞ്ഞപ്പോൾ അവിടെയും ശബ്ദങ്ങൾ കേൾക്കാൻ ആളുകളില്ല എന്നുള്ളൊരു തോന്നൽ വന്നപ്പോൾ അതിൽ നിന്ന് ഭംഗിയായിട്ട് പുറത്തു വന്നു. മെമ്പർഷിപ്പ് പുതുക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചു. മെമ്പർഷിപ്പ് ഈ പ്രാവശ്യം പുതുക്കിയില്ല. അതിനുശേഷം ആ സമയം മുതൽ ഈ ഇലക്ഷൻ സമയം കടന്ന് ഒരാഴ്ച വരെ ഞാനിത് പുറത്തു വിടണോ പറയണോ എന്നുള്ള ആലോചിച്ച് നടക്കുകയായിരുന്നു. പറഞ്ഞാൽ ഇത് ഒരു അനക്കം ഉണ്ടാക്കും. ആ അനക്കം ഉണ്ടാവട്ടെ എന്ന് അവസാനം തീരുമാനിച്ചു. അതിൻ്റെ ചില ഭവിഷ്യത്തുകളൊക്കെ ഇപ്പം ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, ഭീഷണികളുണ്ട്. അതൊക്കെ വരട്ടെ, നമുക്കിത് കാണാം. അത്രേ ഇതിലുള്ളൂ.
അപ്പോൾ ശ്രീ KR സുഭാഷ്, താങ്കൾ പറയുന്നത് പാർട്ടിയിൽ ഒരു ശുദ്ധീകരണത്തിന് വേണ്ടി ശ്രമിക്കുന്നവരുടെ എണ്ണം ഈ താങ്കളുടെ ഈ നിലപാട് കൊണ്ട് ഒരാളെങ്കിൽ ഒരാൾ കൂടുമെങ്കിൽ അങ്ങനെ കൂടട്ടെ, അങ്ങനെ ഒരു തിരുത്തൽ പ്രക്രിയയ്ക്ക് ഏതെങ്കിലും തരത്തിൽ വിദൂരമായെങ്കിലും ഒരു കാരണക്കാരനാകാൻ കഴിയുമെങ്കിൽ അങ്ങനെ ആകട്ടെ എന്ന് കരുതിയാണ് ഈ ഡോക്യുമെന്ററി പിൻവലിച്ചതെന്നാണല്ലോ. ശ്രീ KR സുഭാഷ്, ഇപ്പോൾ ഈ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഉയരുന്നതും ഏറ്റവും കൂടുതൽ നിരീക്ഷണങ്ങൾ വരുന്നതുമൊക്കെ പിണറായി ശൈലിയെക്കുറിച്ചാണ്, ആ ശൈലി മാറ്റണമെന്ന ആവശ്യത്തെക്കുറിച്ചാണ്. അത് ഇതുവരെ മിണ്ടാതിരുന്ന പലരും ഈ കാര്യത്തിൽ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ വെളിച്ചത്തിൽ അവർ കുറെ കൂടി ശബ്ദത്തോടുകൂടി, മേക്കിംഗ് ഇറ്റ് മോർ ലൗഡ്, കുറെ കൂടി ശബ്ദത്തോടുകൂടി അവർ ആ ആവശ്യം ഉന്നയിച്ച് വരികയാണ്. അങ്ങനെ എല്ലാ കുറ്റവും പിണറായിയിലേക്ക് ആരോപിക്കപ്പെടുമ്പോൾ പാർട്ടിയിലെ ദുഷ്പ്രവണതകൾ, അതിന് നേതൃത്വം കൊടുത്ത നേതൃനിരയിലെ മറ്റുള്ളവർ, തിരുത്തേണ്ട സമയത്ത് തിരുത്തപ്പെടാതെ കുറ്റകരമായി മൗനം പാലിച്ചവർ, ഇവരൊക്കെ ഒരു അർത്ഥത്തിൽ രക്ഷപ്പെടുകയല്ലേ? സത്യത്തിൽ അവരാണ് പ്രതികൾ. പിണറായി മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം പിണറായി വടിയെടുക്കുമ്പോൾ നിശബ്ദനായി എനിക്ക് കിട്ടുന്നത് ഞാൻ ഭക്ഷിച്ച് എനിക്ക് കിട്ടുന്ന അധികാര സ്ഥാനങ്ങളിൽ ഞാൻ കയറിയിരുന്നോളാം എന്ന് കരുതി എല്ലാം ബ്രാഞ്ച് മുതൽ അങ്ങ് മേൽ കമ്മിറ്റികളിലെല്ലാം തന്നെ അച്ചടക്കത്തോടുകൂടി വിനീതദാസരായിട്ടിരിക്കുന്ന ഈ നേതാക്കളാണ് ഈ പിണറായി ഈ നിലയ്ക്കാക്കിയത്. പിണറായി ഇന്ന് പോകുന്ന പോക്ക് ഈ നേതാക്കളുടെ മാത്രം ഉത്തരവാദിത്വമാണ്. അന്ന് അതിൻ്റെ ഉള്ളിൽ ശബ്ദിച്ച ആളുകൾക്ക് യാതൊരു വിലയും ഇല്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അവരെല്ലാം പലരും പുറത്തു പോയിരിക്കുന്നു. ഇന്ന് ആജ്ഞാനുവർത്തികളായിട്ടുള്ള ആളുകൾ മാത്രമേ സംഘടനയുടെ വിവിധ തട്ടുകളിലുള്ളൂ. അഥവാ ശബ്ദിക്കാൻ താല്പര്യമുള്ളവർ നിശബ്ദരായിരുന്ന് മൗനികളായി കാര്യങ്ങൾ കേൾക്കുക മാത്രം ചെയ്യുന്നു. അതവരുടെ കുറവുകൊണ്ടല്ല. കാരണം ശബ്ദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ തലതെറിക്കും. അത് സംഭാവ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മുടെ മുന്നിൽ അതിന് ഉള്ള തെളിവുകളുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ പിണറായി മാത്രം പറഞ്ഞതോ, പിണറായിക്ക് അതിന് വഴിവെച്ചു കൊടുത്ത ആളുകളെ കാണാൻ ആദ്യം പറയുന്നുണ്ട്. പിന്നെ പിണറായിയുടെ ശൈലി പണ്ടും ഇന്നും, ആ കാർക്കശ്യത്തിൻ്റെ ശൈലി അന്നുമുണ്ട് ഇന്നുമുണ്ട്. അത് ഒരു പരിധി വരെ കേരളീയ സമൂഹം അംഗീകരിച്ചു കൊടുത്തിട്ടുള്ള, എല്ലാവരെ കാണുമ്പോഴും ചിരിക്കുക, എല്ലാവരെയും കാണുമ്പോൾ തോളത്ത് കൈയിടുക, അങ്ങനെ ഒരു ശൈലി അങ്ങേർക്കില്ല. പക്ഷേ ആ ശൈലി ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം വ്യക്തിയിലേക്ക് ചുരുങ്ങുകയും അദ്ദേഹത്തിൽ കമ്മ്യൂണിസ്റ്റുകാരൻ ഇല്ലാതാവുകയും ചെയ്തു എന്നതാണ്. ആ ഒരു പരിവർത്തനമാണ് ഇന്നത്തെ ഈ അവസ്ഥയ്ക്ക്, ഈ ചർച്ചയ്ക്ക് കാരണം.